بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. സയ്യിദുൽ അയ്യാമാണ്. ഓരോ വസ്തുക്കൾക്കും ഓരോ ജനങ്ങൾക്കും നേതാക്കന്മാരുണ്ടാകും. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ പല രൂപത്തിലുണ്ട്. കുടുംബബന്ധം ചേർക്കാൻ, അതുപോലെ തന്നെ ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ധാരാളമാക്കാൻ, എല്ലാത്തിനും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഖുർആൻ മനപ്പാഠമാകാത്തതിനെ കുറിച്ച് സങ്കടം പറയാൻ വേണ്ടിയിട്ട് മുത്തുനബിയുടെ ഹളറത്തിലേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, അലിയെ, വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ആ സമയം ഉപയോഗപ്പെടുത്തുന്നത്? എന്നിട്ട് മുത്തുനബി തങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വെള്ളിയാഴ്ച രാവിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും മധ്യഭാഗവും വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമുഅ വരെയുള്ള സമയങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. നിങ്ങൾ ആ സമയം നന്നായിട്ട് ദുആ ചെയ്യണം ഹിഫ്ളിന് വേണ്ടിയിട്ട്. അല്ലാഹു തആല നല്ല മനപ്പാഠം തരുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് അലിയാർ തങ്ങൾക്ക് പിന്നീട് പഠിച്ചത് മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 10 മക്കളും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ തിരോധാനത്തെക്കുറിച്ച് നുണ പറഞ്ഞു, കള്ളത്തരം പ്രചരിപ്പിച്ചു. അതിൽ വിഷമിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം വർഷങ്ങളോളം കരഞ്ഞ് അവിടുത്തെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോയി. ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല പ്രത്യുത്തരം നൽകി അവിടുത്തെ കാഴ്ച കിട്ടുകയും പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റിന്റെ രാജാവായിട്ട് കണ്ടെത്തുകയും ചെയ്തത് വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ടാണെന്ന് കിതാബുകൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ദിവസം പ്രാർത്ഥനക്കുള്ളതാണ്. ഈ ദിവസം ബന്ധങ്ങൾ ചേർക്കേണ്ട ദിവസമാണ്. ഈ ദിവസം ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ നന്നായിട്ട് എടുക്കേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികളൊക്കെ സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രം പറയുമ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾക്ക് സുന്നത്തുള്ള ഉറക്കമാണ് ഖൈലൂലത്ത് എന്ന് പറയുന്ന ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള കുറഞ്ഞ സമയത്ത് ഉറക്കം. വെള്ളിയാഴ്ച ദിവസം അവരാ സുന്നത്തായ ഉറക്കം ഉറങ്ങൂല. ആ സമയം കൂടെ അവർ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും അങ്ങനെ പലതിനും വേണ്ടി ഉപയോഗപ്പെടുത്തും. അത്യാവശ്യം വന്നാൽ ജുമുഅക്ക് ശേഷം വേണമെങ്കിൽ അല്പനേരം ഉറങ്ങും. ഉറക്കം വരെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണെങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസത്തിലെ ശ്രേഷ്ഠത മാനിച്ചുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥന നിരതരാവുകയും ഇബാദത്തിന്റെ മധുരം അനുഭവിക്കുകയും ചെയ്യും. മുൻഗാമികളുടെ മാതൃക പിൻപറ്റിയിട്ട് നമ്മുടെ ജീവിതവും ഇബാദത്തുകളെ കൊണ്ടും പ്രാർത്ഥനകളെ കൊണ്ടും സമ്പന്നമാവാനും അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് അവനിഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജീവിച്ച് അവരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം സ്വർഗം പുൽകാൻ അല്ലാഹു തആല കുടുംബസമേതം നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഖൈറായ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നമ്മെ അവൻ കൊണ്ടുപോകുന്ന മുഅ്മിനീങ്ങളാക്കി അല്ലാഹു തആല പരിഗണിക്കട്ടെ. അസ്സലാമു അലൈക്കും.